എന്താ கொஞ்சம் தண்ணி നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ? ഐസ് ഒക്കെ എടുക്കാം. തണ്ണി എതുക്ക്? അല്ല വെള്ളം. ഫ്രഷ് പപ്പായ, മാമ്പഴം, മാതളം, പൈനാപ്പിൾ, സാത്തുക്കുടി, ആപ്പിൾ, ഓറഞ്ച്, കർബൂസ്, കിർണി. ഹോട്ട് ക്ലൈമറ്റിന് ഫ്രഷ് ജ്യൂസ് ഒന്നും പോടത്താ, നല്ല ഫ്രഷ് ആയിരിക്കും. അണ്ണാ അണ്ണാ എടുക്കട്ടാ? എന്ത് മനുഷ്യനാ ചേട്ടാ. ഇവിടെ എന്താണ് ചേട്ടാ? എല്ലാ ജ്യൂസും ഉണ്ട്. പപ്പായ, മാമ്പഴം, മാതളം. ഹലോ ഹലോ മാത്തുലിയാ, എവിടെയുണ്ട്? ഞാൻ ഇവിടെ മന്ദവേലുണ്ട്. മന്ദവേലിയാ? ഞാനും മന്ദവേലുണ്ടല്ലോ. അളീന എവിടെയാണ്? ഇവിടെ ബസ് ഡിപ്പോ എടുത്തൊരു ജ്യൂസ് ഷോപ്പിന് എടുത്തുണ്ട്. ഊണ് കഴിക്കണ നേരത്താണോ അളിയാ ജ്യൂസ് കഴിക്കണേ? അളീനൊരു കാര്യം ചെയ്യും, നേരെ റോയൽ ഹോട്ടലിലോട്ട് വാ, നമുക്ക് ഊണ് കഴിച്ചോണ്ട് സംസാരിക്കാം. എന്തേ? ഓക്കെ. തിന്നാൻ വേണ്ടി ജനിച്ചൊരു സാധനം വന്നുണ്ട്. യെസ് സർ. ഓക്കെ സർ. മാത്തുലിയാ, എന്താ കഴിക്കണേ? ഇല്ല, എനിക്കൊന്നും വേണമെന്നില്ല. ഒരു മട്ടൻ ബിരിയാണി കഴിച്ചാലോ? ആ. 2 മട്ടൻ ബിരിയാണി, ഒരു ബിക്കൻ ചില ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, 2 മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. കൊതി വരുമ്പോഴേ പലതും പറഞ്ഞത് തെറ്റിപ്പോവും. പോരെ? മതി. ഓക്കെ സർ. അളിയ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണേനെ അറിഞ്ഞില്ലേ? അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിങ്ങ് എത്തിയത്. അല്ല, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സോ? അത് നല്ല ബിസിനസ് ആയിരുന്നു, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അതിനുശേഷം അവന്മാർ ചൊറിച്ചിൽ വർദ്ധനം തുടങ്ങി. അവന്മാരുടെ വായടപ്പിക്കാൻ ഞാനൊരു കിടിലം ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് എനിക്ക് ഒരു 50,000 രൂപ അർജൻറ്റായിട്ട് വേണം. വൈകുന്നേരത്തിനുള്ളിൽ മതി. അളിയന് ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ. കടായിട്ട് വേണ്ട, നമ്മുടെ ആ ബാക്കി ശ്രീധനം തരാനില്ലേ? അത് തന്നാ മതി. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് പച്ച പിടിച്ചാലല്ലേ അളിയ അളിയൻ്റെ പെങ്ങള് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ അളിയൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. എന്തേ? കഴുകി சார் பில். என்னையா உனக்குள்ள அவசரம்? சாப்பிட்டு முடிக்கிறதுக்கு முன்னாடி பில் கொடுக்குறியா? ஓ ஜூஸ் உண்டா? ஓ சார் உங்களுக்கு? இல்லை, வேண்டாம். பைனாப்பிள் ஜூஸ். ஓகே சார். சார் ஜூஸ். பில் பில். സാർ ബിൽ. അളിയത് ലാഭമുണ്ടത്. ഇവിടെ പൈസ കുറവാണ്. ദേ അളിയ, എനിക്ക് ബിസിനസിൻ്റെ കാര്യത്തിന് 1-2 പേരെ കാണാനുണ്ടേ. ഇവിടെ തന്നെ നമുക്കിറങ്ങാം. ഇല്ല, അളിയൻ പോയിക്കോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാതെ കൊണ്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് പോക്കണം. ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. ദേ മറക്കരുത്, 5 മണിട്ടാ. ഗ്രൈൻഡറോ? മാവാട്ടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ വാതില് ഇറങ്ങി ഓടിയാലോ? കർത്താവേ, എന്ത് ചെയ്യും? അയ്യോ, ഓടാലേ.
എടാ ജോണേ, എടാ നീ ഇവിടെ ഈ റോയൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? നിന്റെ ഓഫീസിന് തൊട്ടടുത്താ. എടാ പ്ലീസ് ഡാ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഒന്ന് പെട്ടെന്നോ. ഓക്കെ. എന്തു പറ്റിയടാ? സായന്തരം 5 മണി വരെ അവനെ ടയം. ഇവിടുത്തെ കാശ് അടിച്ചോണ്ട് പോകുമ്പോൾ നീ ഏത് കൊണ്ടിരിക്കുന്നു? നീ വന്നു പോയതിനു ശേഷം വട്ടരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നുണ്ടായിരുന്നു. എല്ലാവരും മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. എൻ്റെ അപ്പത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഒരു വക പള്ളിപ്പെരുന്നാളും മുണ്ട് കഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയത്തിന് കാശ് എത്തിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും പണിയാണ്. അത് ഏറ്റവും കൂടുതൽ പണിയിട്ട പണം എനിക്കാ. ഉന്നയിച്ച് ഞാൻ പണം തരേ അയാൾ പറഞ്ഞത്. മാത്യു, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ ഞാൻ നിനക്ക് ചെയ്തെന്നുണ്ട്. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുത്തൻ കൈ കിട്ടി കഴിഞ്ഞാൽ വെട്ടി കൊല്ലാൻ നടക്കാം. കയ്യിലാണെങ്കിൽ ഇപ്പൊ തന്നെ പൈസ ഇല്ല. ആ സമയത്ത് അവന്റെ 2 മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്. എടാ എൻ്റെ അളിയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അയാൾ കഴിച്ചതിൻ്റെ അരമണിക്കൂറായിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലടാ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് നീ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ തരാം, പ്ലീസ്. ശരി വാ. இந்த கார்டு ஒர்க் ஆகலை. ஒர்க் ஆகலை. വർക്കല്ലേ? ஒர்க் ஆகலை. എത്ര? 464. കറക്റ്റ് അല്ലേ?